നമസ്കാരം. ക്രോഷ്യയുടെ ഫൗണ്ടേഷൻ ചെയിൻസിനെ കുറിച്ച് മനസ്സിലാക്കാം. സാധാരണ ചെയ്യുന്നത് ചെയിൻസ് ചെയ്തതിന് ശേഷം ആ ചെയിൻസിൽ ഫസ്റ്റ് ചെയിൻ വിട്ടിട്ട് സിംഗിൾ ക്രോഷ്യേസ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഓരോരോ റോസും ചെയ്തു വരുന്നത്. പക്ഷേ ഇവിടെ അതിന് പകരം നമുക്ക് വേറൊരു രീതി നോക്കാം. ചെയിൻസ് ചെയ്ത് അതിന് മുകളിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യാതെ സിംഗിൾ ക്രോഷ്യേസിൻ്റെ തന്നെ ഒരു ഫൗണ്ടേഷൻ റോ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആദ്യം 2 ചെയിൻസ് ആണ് ചെയ്യേണ്ടത്. ആദ്യം ഒരു ചെയിൻ ചെയ്യാം. ഇനി ഒരു ചെയിൻ കൂടി ചെയ്യുക. ഇപ്പോൾ ഇതാ 2 ചെയിൻസ് ആയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ചെയിനിലേക്കാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ വലിച്ചെടുക്കണം. ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ വലിച്ചെടുക്കുക. ഇപ്പോൾ ഹുക്കിൽ 2 ലൂപ്സാണ് കിട്ടുക. ആ 2 ലൂപ്സിൽ ആദ്യത്തെ ലൂപ്പാണ് ആദ്യം പുറത്തേക്ക് എടുക്കേണ്ടത്. പിന്നീട് ബാക്കി 2 ലൂപ്സും പുറത്തേക്ക് എടുക്കുക. ഇതുപോലെയാണ് സ്റ്റിച്ച് ഫോം ചെയ്ത് വരിക. ഇനി വർക്ക് ചെയ്യേണ്ട അടുത്ത ചെയിൻ മനസ്സിലാക്കാനായിട്ട് വർക്കിൻ്റെ മുകൾ ഭാഗം നോക്കാം. അപ്പോൾ ഈ ചെയിൻസിൽ വർക്കിംഗ് യാൺ കിടക്കുന്ന ചെയിനിൻ്റെ തൊട്ട് പിറകിലുള്ള ചെയിനിലേക്കാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഫസ്റ്റ് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത ശേഷം യാൺ വലിച്ചെടുത്ത് പിന്നീട് യാൺ ഓവർ ചെയ്ത് ഒരു ലൂപ്പ് പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 ലൂപ്സും കൂടെ ഒരുമിച്ച് പുറത്തേക്ക് എടുക്കുക. ഇതാണ് ഒരു സ്റ്റിച്ച്. ഇപ്പോൾ 2 സ്റ്റിച്ചസ് ആയിട്ടുണ്ട്. വീണ്ടും നമ്മൾ യാൺ കിടക്കുന്ന ചെയിൻ വിട്ട് തൊട്ട് പിറകിലത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ വലിച്ചെടുക്കുക. ഇനി യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ ലൂപ്പ് പുറത്തേക്ക് എടുക്കാം. പിന്നീട് യാൺ ഓവർ ചെയ്ത് 2 ലൂപ്സും പുറത്തേക്ക് എടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോ ചെയിൻസായിട്ട് ചെയ്തുകൊണ്ട് പോകാം. വർക്കിംഗ് യാൺ കിടക്കുന്ന ചെയിൻ വിട്ടിട്ട് തൊട്ട് പിറകിലുള്ള ചെയിനിലേക്കാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ ലൂപ്പ് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഈ ലൂപ്പ് ലൂസായിരിക്കണം. കുറച്ച് ലൂസായിട്ടാണ്, ഒരുപാട് ടൈറ്റായി പോകരുത്. അപ്പോൾ ഈ ലൂപ്പ് ലൂസായാൽ മാത്രമേ നമുക്ക് വർക്ക് ഇതുപോലെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ആദ്യം പുറത്തേക്ക് എടുക്കുന്ന ലൂപ്പ് ടൈറ്റ് ആവുകയാണെങ്കിൽ വർക്ക് ഇതുപോലെ വളഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും, ആദ്യത്തെ ഈ ലൂപ്പിലേക്കാണ് നമ്മൾ ഓരോ സ്റ്റിച്ചും പിന്നീട് ചെയ്ത് വർക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത്. ഇതാണ് സിംഗിൾ ക്രോഷ്യ ഫൗണ്ടേഷൻ റോ. സാധാരണ ചെയിൻസും പിന്നീട് സിംഗിൾ ക്രോഷ്യേസും സെപ്പറേറ്റ് ചെയ്യുന്നതിന് പോലെ നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ്. ഇനി ബാക്കി റോസ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് തരത്തിലുള്ള സ്റ്റിച്ചാണോ ചെയ്യുന്നത് അതനുസരിച്ച് ആദ്യം ചെയിൻസ് ചെയ്യുക. ഇവിടെ ഇപ്പം ഞാനൊരു ചെയിൻ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ക്രോഷ്യ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ചെയിൻസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വർക്ക് തിരിച്ചു പിടിക്കണം. ഇപ്പോൾ ഒരു ചെയിൻ ചെയ്ത് ഞാൻ വർക്ക് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഓരോ ചെയിൻസിലേക്കായിട്ട് നമുക്ക് ആവശ്യമുള്ള, ഇവിടെ ഞാൻ സിംഗിൾ ക്രോഷ്യേസ് ആണ് ചെയ്യുന്നത്. ഏത് സ്റ്റിച്ച് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഈ റോ മുഴുവനായിട്ട് സിംഗിൾ ക്രോഷ്യേസ് ചെയ്യാം. സിംഗിൾ ക്രോഷ്യ ഫൗണ്ടേഷൻ റോയും പിന്നെ അതിന് മുകളിൽ സിംഗിൾ ക്രോഷ്യേസും ചെയ്താൽ ഇതുപോലെയാണ് കിട്ടുക. താങ്ക് യു ഫോർ വാച്ചിങ്.